ഹലോ നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ ശ്രീകാന്തിനെ എല്ലാവരും കൂടി ചേർന്ന് അമ്മാനോ ആടുന്ന കാഴ്ച കണ്ടതും നമ്മുടെ സച്ചിക്ക് അത് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. സച്ചി അങ്ങ് ചെന്നു ശ്രീകാന്തിനെ തല്ലി അവന്മാരെ എല്ലാരെയും തല്ലി ഓടിക്കുന്ന കൂട്ടത്തിൽ ഒരുത്തനെ കൈ കിട്ടി. അവനാണെങ്കിൽ നമ്മുടെ മഹേഷിന്റെ അനുജന. അപ്പൊ അവന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു. എടാ വന്ന് നീ ഇപ്പം എന്റെ അനുജനെ തല്ലുന്ന കാര്യത്തിലായല്ലേ, നീ ഈ പണിയൊന്നും നിർത്തിയില്ലേന്ന് ചോദിക്കുമ്പം എൻ്റെ പൊന്ന് സച്ചിയേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. സച്ചിയേട്ടൻ്റെ അനുജനാണ് ശ്രീകാന്ത് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് ഈ കൊട്ടേഷൻ തന്നത് KSRTCയിൽ ജോലിയുള്ളൊരു പുള്ളിക്കാരനാണെന്ന് കൂടി പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ സച്ചിക്ക് അടി വന്ന വഴി ഏതാണെന്ന് പിടികിട്ടിയത്. അങ്ങനെ സച്ചി നേരെ പോവാ വർഷയുടെ വീട്ടിലേക്ക് തന്നെയാണ്. ശ്രീകാന്ത് ആണെങ്കിൽ പേടിച്ചിട്ട് നമ്മുടെ സച്ചിയെ കുറേയൊക്കെ തടയുന്നുണ്ടെങ്കിലും സച്ചി പോയ പിന്നാലെ ശ്രീകാന്തും ബൈക്ക് എടുത്ത് അപ്പം നമ്മുടെ സച്ചി വർഷയുടെ വീടിന് മുന്നിലെത്തി. അവിടെ വന്നത് നമ്മളെ കാണിക്കുന്നത് വർഷയുടെ അമ്മ അവളുടെ അച്ഛന് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ എടുത്തു വെച്ചിട്ട്, ചേട്ടാ അതെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇരിക്കി കഴിക്കാമെന്ന് പറഞ്ഞു. ആ സമയം നമ്മളെ കാണിക്കുന്നത് സച്ചി അകത്തോട്ട് കയറി വരുന്നതാ. സച്ചിയെ കണ്ട പാടെ തന്നെ വർഷയുടെ അച്ഛനാണെങ്കിൽ, ഡാ നീ എന്താ ഞങ്ങളുടെ വീട്ടില്, നിനക്ക് എന്ത് അധികാരമുണ്ട്, ചോദിക്കാതെയും പറയാതെയും വീട്ടിനകത്തോട്ട് കയറി വരുവാണോ എന്ന് ചോദിച്ചു. ഇത് കേട്ടതും സച്ചി, എടോ താൻ കാണിച്ച കൊള്ളരുതായ്മയ്ക്ക് വീട്ടിൽ കയറി വരിക മാത്രമല്ല ചെയ്യേണ്ടത്, തന്നതേ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടടി കൂടി അടിക്കേണ്ടതാണെന്നും പറഞ്ഞ് അയാളുടെ കാരണം നോക്കി രണ്ടടിയങ്ങ് കൊടുത്തു. ഭർത്താവിന് അടി കിട്ടിയ കാഴ്ച കാണുമ്പോഴത്തേക്കിനും വർഷയുടെ അമ്മയാണെങ്കിലോ, എടാ നീ എന്ത് മര്യാദ കെട്ടവനാ, ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് ഇത്രയും വലിയൊരു മനുഷ്യനെ നീ തല്ലിയല്ലേ, നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, ചേട്ടാ വേഗം തന്നെ പോലീസിനെ വിളിക്കെന്നും പറഞ്ഞു. ആ പെണ്ണും പിള്ളയാണെങ്കിൽ കിടന്ന് അലമ്പുണ്ടാക്കാൻ തുടങ്ങി. സച്ചിയാണെങ്കിലോ അയാൾക്കറിയാം ഞാൻ എന്തിനാ അയാളെ തല്ലിയതെന്ന്. എടാ നീ എന്നെ തല്ലിയത് എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ നിന്റെ അനുജനെ ഞാൻ ആളെ വിട്ട് തല്ലിച്ചത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് സച്ചിയോട് അയാൾ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് അങ്ങോട്ട് എത്തി. ശ്രീകാന്ത് വന്നിട്ട്, ഏട്ടാ വാ ഏട്ടാ, ഇവിടെ നിന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് പോയേക്കാന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് സച്ചിയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നുണ്ടെങ്കിലും സച്ചി അതൊന്നും സമ്മതിക്കുന്നില്ല. എനിക്കറിയണം എന്തിനാ ഇയാൾ നിന്നെ തല്ലിയത്, ദേ തന്നെ അന്ന് അടിച്ചത് ഞാനാണ്, പിന്നെ അച്ഛനും താനും തമ്മിലല്ലേ പ്രശ്നമുള്ളത്, പിന്നെ താൻ എന്തിനാണോ എൻ്റെ അനുജനെ ആളെ വിട്ട് അടിപ്പിച്ചത്, ദേ നിന്റെ ഈ അനുജനെ എൻ്റെ മകളുടെ പിന്നാലെ പറഞ്ഞയച്ചത് നീയും നിന്റെ അച്ഛനും കൂടി ചേർന്നിട്ടല്ലേ എന്ന് സച്ചിയോട് അയാൾ ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു. സച്ചി ഈ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അമ്പരന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത്, ദേ മുന്നിൽ നിൽക്കുകയല്ലേ നിന്റെ അനുജൻ, അവനോട് തന്നെ നീ ഒന്ന് ചോദിക്ക്, എൻ്റെ മകളുടെ പിന്നാലെ കറങ്ങി നടന്നതിനാ ഇവനെ ഞാൻ ആളെ വിട്ട് അടിപ്പിച്ചത്, ഇനിയും മര്യാദക്കല്ലെങ്കിൽ ഇതിനപ്പുറത്തെ ശിക്ഷകൾ നീയും നിന്റെ വീട്ടുകാരും ഒക്കെ അനുഭവിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ഒരുവിധം സച്ചിയെ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരിക. പുറത്തിറങ്ങിയ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു, എടാ ശ്രീ സത്യം പറയും, അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? എൻ്റെ പൊന്ന് സച്ചിയേട്ടാ, ആ വർഷയും ഞാനും നല്ല കൂട്ടുകാരാ. സച്ചിയേട്ടൻ ലോക്കപ്പിലായ സമയത്ത് വർഷയുടെ സഹായം കൊണ്ട് മാത്രമാണ് സച്ചിയേട്ടന് പുറത്തിറങ്ങാൻ പറ്റിയത്. പിന്നെ ഞാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത് ഇയാൾ തെറ്റിദ്ധരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം പറഞ്ഞൊപ്പിക്കുകയാണ്. അപ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു, എടാ അയാൾ പറയുന്നത് എന്താണെങ്കിലും ഇനി നീയും അവളും തമ്മിൽ കാണാനോ സംസാരിക്കാനോ പാടില്ല, അറിയാലോ. ഞാൻ എങ്ങാനും ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അയാൾ അടിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ നിന്റെ തല തല്ലി പൊളിക്കുമെന്ന് സച്ചി അവിടെ വെച്ച് പറഞ്ഞു. ഈ സമയമാണെങ്കിൽ ശ്രീകാന്ത് ഇവർ തമ്മിൽ ഇഷ്ടമാണ് എന്നുള്ള കാര്യം സച്ചിയോട് തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ശ്രുതിയെയും ഒക്കെയാണ്. രണ്ടുപേരും കൂടി റൂമിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും ശ്രുതിയാണെങ്കിൽ, ഈശ്വര ഇനി നാളെ എന്തും പറഞ്ഞ ഈ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നത്, ഇനി എനിക്കറിയത്തില്ല കാര്യങ്ങളൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്ന്. ഈ സച്ചിയെ കൊണ്ടാണെങ്കിൽ ഇപ്പൊ പൊറുതി മുട്ടിയിരിക്കുക. അങ്ങനെ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ശ്രുതി പതുക്കെ അവൻ്റെ അടുത്ത് വന്നിട്ട്, അതെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അല്ല നമുക്കൊന്ന് ഹണിമൂൺ ട്രിപ്പൊക്കെ പോകണ്ടേ, നമ്മളെന്നും ഇങ്ങനെ ജോലി തിരക്കൊക്കെ ആയിട്ട് നടന്നാൽ മതിയോ? അതിനെന്താ മോളെ, നിനക്ക് എവിടെയാ പോവേണ്ടത്? അത് എന്നോട് അന്നൊരു മേഡം മലേഷ്യ പോകുന്ന കാര്യം പറഞ്ഞില്ലേ, നമുക്ക് അവിടെ പോയാലോ? ടിക്കറ്റിന്റെ പൈസ ശ്രുതി റെഡിയാക്കാന്നല്ലേ പറഞ്ഞത്, ബാക്കി എല്ലാ ചെലവുകളും ആ മേഡം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ആ ഞാനന്ന് അങ്ങനെ പറഞ്ഞല്ലേ, ഈശ്വര ഇനി ടിക്കറ്റിന്റെ കാശ് ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കുമെന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രുതി ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നത്, നമ്മൾ ഹണിമൂൺ പോകുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു.
അത് തന്നെയാ. എന്തായാലും ഞാൻ അതിനുള്ള പൈസ ഒക്കെ ഒപ്പിക്കട്ടെ കേട്ടോ. എനിക്ക് സാലറി കിട്ടാനൊക്കെ ഉണ്ട്. ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ഒരുവിധം സമാധാനിപ്പിക്കുകയാണ്. അപ്പം ശ്രുതി ആ ഒരു സന്തോഷത്തിൽ ശ്രുതിയോടൊപ്പം ചേർന്നിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിയുടെ നെഞ്ചിൽ ഭയങ്കര തീയാണ്. എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു പൈസ കണ്ടെത്തുന്നത്, ആരോട് ചോദിച്ചാൽ ആ പൈസ കിട്ടുന്നത് എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിങ്ങനെ ഇരിക്കുക. ഈ സമയം നമ്മളെ കാണിക്കുന്നത് വർഷയാണ്. അപ്പോൾ വർഷയാണെങ്കിൽ വിശന്നിട്ട് വയ്യ, എന്തായാലും ശ്രീകാന്തിനെ ഒന്ന് വിളിച്ചേക്കാം. അവന് തിരക്കായിരിക്കും, എന്നാലും അവനോട് വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്യാന്നൊക്കെ വിചാരിച്ച് അവൾ ഫോൺ എടുക്കുകയാണ്. അങ്ങനെ അവനെ വിളിക്കുന്ന സമയത്ത് ശ്രീകാന്ത് സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അപ്പം ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി വർഷ ഫോൺ വെക്കാനേ സമ്മതിക്കില്ല. അതുമാത്രമല്ല, തൻ്റെ കുടുംബവും വർഷയുടെ കുടുംബവും തമ്മിൽ യാതൊരു കാരണവശാലും ഒത്തുപോവില്ല എന്ന് തന്നെ നമ്മുടെ ശ്രീകാന്തിനറിയാം. അങ്ങനെ ശ്രീകാന്ത് അവളെ മനഃപൂർവ്വം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയാണ്. പിന്നീട് നമ്മുടെ വർഷ ഇങ്ങനെ നിർത്താണ്ട് വിളിക്കുന്ന സമയത്ത് ശ്രീകാന്ത് ആ ഫോൺ അങ്ങ് മാറ്റി വെച്ചിട്ടു അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പം വർഷയ്ക്കൊരു ഐഡിയ തോന്നി. നീ ഞാൻ വിളിച്ച എടുക്കില്ലല്ലേ, ഒരു പണിയുണ്ട്, ഞാൻ രേവതിയെ വിളിക്കാമെന്നും പറഞ്ഞിട്ട് രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുക. അപ്പം രേവതി ഫോൺ എടുത്തു. പക്ഷേ പറയ്, എന്നെ കൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പം അതെ ഞാൻ വെറുതെ വിളിച്ചതാ, എന്താ അവിടെ വിശേഷം, അന്ന് സംസാരിച്ചിട്ട് പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചുമ്മാ വിളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. ആ കൂടെ നമ്മുടെ ശ്രീകാന്തിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി വർഷ അന്വേഷിക്കുകയാണ്. ശ്രീകാന്ത് ദാ ടെറസിലുണ്ടല്ലോ, എന്താ ഞാൻ ഫോൺ കൊടുക്കണോന്ന് ചോദിക്കുമ്പം വേണ്ടെന്നേ, ഞാൻ അവനിപ്പോൾ റെസ്റ്റോറൻറ്റിലാണെങ്കിൽ എന്തേലും ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചതാ. പിന്നെ രേവതി പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, അന്നുണ്ടാക്കിയ ആ ഒരു ചിക്കൻ ഫ്രൈ അത് നല്ല സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞു. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇന്ന് വൈകുന്നേരം അതുണ്ടാക്കിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് ആ ഒരു ചിക്കൻ ഫ്രൈ കൊടുക്കാനായിട്ട് രേവതി പുറപ്പെടുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. എന്തായാലും നമ്മുടെ ശ്രീകാന്തിൻ്റെ തലവേദന ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷമാണ്, കാത്തിരുന്ന് കാണുക. അതുമാത്രമല്ല, ആറ്റുനോറ്റ് ചന്ദ്രമതി വളർത്തുന്ന പുന്നാരമോൻ വീണ്ടും ആ വീട്ടിൽ നിന്ന് തന്നെ പൈസ അടിച്ചു മാറ്റുന്ന ഒരു രംഗങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും വിശേഷങ്ങളൊക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക്